ഹലോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എക്സാമൊക്കെ വരുന്നതുകൊണ്ട് എന്തായാലും പഠിക്കാനിരിക്കണം. അപ്പോൾ എന്നാൽ പിന്നെ ഒരു സ്റ്റഡി വ്ലോഗ് പോലെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. പക്ഷേ സ്റ്റഡി വ്ലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് ലാസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ആയിപ്പോയ വ്ലോഗാണിത്. ഇവിടെ റോഡ് പണി നടക്കുന്നതിൻ്റെയും കാക്ക കരയുന്നതിൻ്റെയും കുറേ കിളികളുടെയൊക്കെ ഒച്ച കാണും. അപ്പോൾ സോറി ഫോർ ദാറ്റ്. എന്താണെന്നറിയില്ല, വോയിസ് ഓവർ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ എല്ലാം ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. കറക്റ്റ് വോയിസ് ഓവർ തുടങ്ങിക്കഴിയുമ്പോൾ ഫുള്ള് സൗണ്ടും ബഹളവും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിലബസ് നന്നായിട്ടൊന്ന് വായിക്കുകയാണ്. അപ്പോൾ അതിലേതാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റ് പോലെയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുന്ന ഒരു ബുക്കിലേക്ക് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഡിസംബറിൽ നടന്നു മാറേണ്ട യൂണിവേഴ്സിറ്റി എക്സാം ആയിരുന്നു. പക്ഷേ 2 എക്സാം വന്നിട്ട് ജനുവരിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ പഠിക്കാനായിട്ടിരുന്നു. ഇൻറ്റേർണൽസിന് അത്യാവശ്യം പഠിച്ച് സെറ്റായ ടോപ്പിക്സൊക്കെ തന്നെയാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഒരു ബേർഡനായിട്ട് ഫീൽ ചെയ്യില്ല, കുറച്ചുകൂടെ സിമ്പിളാകും. പിന്നെ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് പഠിക്കാനായിട്ട് പറ്റണ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഞാനങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാറൊന്നുമില്ല. പിന്നെ ഈ ഒരു സബ്ജക്റ്റിന് മാത്രമാണ് അത്യാവശ്യം പിന്നെയും നോട്ടുള്ളത്. ബാക്കി മിക്ക സബ്ജക്ട്സിനും നമ്മൾ ChatGPT വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കലൊക്കെ കുറവാണ്. പക്ഷെ അങ്ങനെ പഠിക്കുമ്പോൾ അത് നല്ലതാണ്. ഈ ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഈ പഠിക്കാനായിട്ട് ഇരിക്കാൻ പോകുന്നത്. അതായത് കുറേ ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് പഠിക്കാനിരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ പറ്റുമോ അതോ മടി ഫീൽ ചെയ്യുമോ എന്നൊക്കെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് പഠിക്കാനായിട്ട് പറ്റി. ഇത് ഞാൻ അന്ന് ദിവസം ഫുള്ളിരുന്ന് പഠിച്ചൊന്നുമില്ല. ജസ്റ്റ് ഒരു 2-3 മണിക്കൂറാണ് രാവിലെ ഇരുന്ന് പഠിച്ചത്. പക്ഷേ ഇരുന്ന് അത്രയും ടൈം നല്ല പ്രൊഡക്റ്റീവായിട്ട് തന്നെ യൂസ് ആക്കാനായിട്ട് പറ്റി. അങ്ങനെ ഉച്ചയായപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോയി. പിന്നെ ഇവിടം തൊട്ടാണ് നമ്മുടെ സ്റ്റഡി വ്ലോഗ് മാറി ഡേ ഇൻ മൈ ലൈഫ് ആയിപ്പോയത്. ഉച്ചയ്ക്ക് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഒന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഈ ഇയറിൽ ജേർണലിംഗ് മീൻസ് കൂടുതലും ജങ്ക് ജേർണലിംഗ് അല്ലെങ്കിൽ ഒരു മെമ്മറി ബുക്ക് പോലെ കൂടുതലും ഫോട്ടോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിട്ട് ഒരു സംഭവം ജേർണലിംഗ് ഒക്കെ പോലെ ചെയ്യാനായിട്ട് ഒരു പുതിയ ബുക്ക് വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പോയി വാങ്ങിച്ചു. ജാനുവരി 1 തന്നെ ജേർണലിംഗ് ചെയ്ത് തുടങ്ങണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബുക്കിൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ പഴയ ബുക്കിൽ ഞാനത് ചെയ്തു. പിന്നെ ഈ കടയിലേക്ക് ഞാൻ വന്നത് പാല് വാങ്ങാനായിട്ടാണ്. നമ്മുടെ കവറ് പാലല്ല, വീടുകളിൽ നിന്നൊക്കെ കൊടുക്കുന്ന പാല്. അപ്പോൾ അതൊക്കെ അവർ ഒഴിക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഒരു 3 മണി കഴിയുമ്പോൾ തന്നെ അവിടെ കുറേ ആൾക്കാർ വരും. അങ്ങനെ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് എന്തോ പോലെ ആയിരുന്നു. ഇനി ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നമുക്ക് നോക്കാം. കുറച്ച് കവായി സ്റ്റിക്കേഴ്സും പിന്നെ കുറച്ച് നോട്ട്ബുക്കുമാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ മെയിനായിട്ട് ഞാൻ വാങ്ങിക്കാൻ പോയത് നേരത്തെ പറഞ്ഞതുപോലെ ജേർണലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ബുക്കാണ്. ഈ സ്റ്റിക്കേഴ്സൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഞാനിപ്പോൾ കുറേ നാളായിട്ട് ചുമ്മാ പ്ലെയിനായിട്ട് സ്കെച്ച് വെച്ചിട്ടായിരുന്നു ജേർണലിംഗ് ചെയ്യുന്നത്. ഇതെന്തോ കടയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ വൈകിട്ട് പള്ളിയിലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. സോ അപ്പോൾ അതിന് പോകാനായിട്ട് റെഡിയായി. എനിക്ക് വാം ലൈറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പള്ളിയൊക്കെ ഇങ്ങനെ മൊത്തം വാം ലൈറ്റ്സ് വന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 25 നമ്മൾ ജീസസ് ജനിച്ച ദിവസമായിട്ടാണല്ലോ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഇത് വന്നിട്ട് ജീസസിൻ്റെ ബാപ്റ്റിസം ഡേ ആയിട്ടാണ് ഈ ഒരു ദനഹ ആഘോഷിക്കുന്നത്. ദനഹ എന്ന് ഈ ഒരു തിരുനാളിൻ്റെ പേരാണ്. അപ്പോൾ ഇതുപോലെ വാഴപ്പിണ്ടികളിൽ വിളക്ക് കത്തിച്ചിട്ടാണ് ഇത് ആഘോഷിക്കാറ്. അപ്പോൾ രാവിലെ ഫുള്ള് ടോപ്പിക്ക് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ബാക്കിയും കൂടി ഇരുന്ന് കംപ്ലീറ്റ് ആക്കാമെന്ന്. പക്ഷേ ഞാനങ്ങനെ വലിയ കാര്യമായിട്ട് പഠിച്ചൊന്നുമില്ല. കുറച്ച് തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വിചാരിച്ച പോലെ അങ്ങ് പഠിക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങ് നിർത്തി. രാവിലെ എണീറ്റ് ബാക്കി പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുൻപിട്ട വീഡിയോസിനെക്കാട്ടിലും കുറച്ചുകൂടെ ലെങ്തിയാണ് ഈ വീഡിയോ. ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഡു സബ്സ്ക്രൈബ്.